കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു രക്ഷാപ്രവർത്തനം, അതും ഒരു പാവം പൂച്ചയെ രക്ഷിക്കാനായിട്ട്. ഇന്നിവിടെ ഫയർഫോഴ്സ് ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, ആനിമൽ റെസ്ക്യൂ ടീം ഉണ്ട്, കേരളത്തിലെ എല്ലാ പ്രമുഖ ന്യൂസ് ചാനലുകൾ വരെ ഉണ്ട്. ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഒരു പാവം പൂച്ച കൊച്ചിയിലെ മെട്രോ പില്ലറിന് മുകളിൽ എന്തോ അബദ്ധത്തിൽ ചെന്ന് അകപ്പെട്ട് കുടുങ്ങി കിടക്കുവാണ്. ഇന്ന് പകൽ സമയത്തൊക്കെ അവനെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും മെട്രോയുടെ പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് അതിന് സാധിച്ചിരുന്നു. രാത്രി 11 മണിയോടുകൂടി നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുമെന്ന് അറിഞ്ഞിട്ട് 9 മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയെങ്കിലും എന്തോ പെട്ടെന്ന് വലിയൊരു മഴയും പെയ്തു. രക്ഷാപ്രവർത്തനം മുഴുവൻ വെള്ളത്തിലാവുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കാണാനായിട്ട് തന്നെ രാത്രി 11 മണിക്ക് ഇവിടെ ഒരുപാട് ആളുകൾ കൂടിയിരുന്നു. മഴ കാരണം എല്ലാം സെറ്റാക്കി പ്ലാനൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും 12:30 മണി കഴിഞ്ഞു. ട്രെയിൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഇറങ്ങി. കാണാനുള്ള ആളുകളും റോഡിലൂടെ പോകുന്ന വണ്ടികളും കാരണം റോഡ് ഏകദേശം ഒക്കെ ബ്ലോക്കായി. മെട്രോയുടെ ഇലക്ട്രിസിറ്റി ലൈൻ എല്ലാം ഓഫ് ചെയ്തു. നാട്ടുകാരും ഫയർഫോഴ്സും റെസ്ക്യൂ ടീമും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു ദൌത്യത്തിൽ നിന്നു. ട്രെയിനിൽ കയറി ഫയർഫോഴ്സും റെസ്ക്യൂ ടീമും മുകളിലേക്ക് എത്തി. ഒരു സൈഡിലുണ്ടായിരുന്ന പൂച്ച ആളിനെ കണ്ട് പേടിച്ചത് കാരണം പില്ലറിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. അങ്ങനെ ക്രെയിൻ എല്ലാം എടുത്ത് തിരിച്ച് റോഡിന്റെ മറുപുറത്തേക്ക് പോയി. ദൌത്യത്തിൽ ഏർപ്പെട്ടവരെല്ലാം ക്രെയിനിൽ കയറി മുകളിലേക്ക് പോയി. സുഭാഷ് എന്ന പൂച്ച ഈ ഒരു ഭാഗത്തിരിപ്പുണ്ട്. പൂച്ചയ്ക്ക് പോകാനുള്ള ആംബുലൻസും കാര്യങ്ങളും എല്ലാം താഴെ റെഡിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട ശേഷം അവസാനം സുഭാഷിനെ കിട്ടി. ദിവസങ്ങളായിട്ട് ആഹാരം പോലും കിട്ടാതെ വെള്ളം പോലും കുടിക്കാതെ വിശന്ന് വലഞ്ഞ് ആരോഗ്യസ്ഥിതി വരെ മോശപ്പെട്ടായിരുന്നു സുഭാഷിന്റെ കിടപ്പ്. അവൻ ഒറ്റയ്ക്കാണെങ്കിലും അവന് വേണ്ടി ഒരു നാട് തന്നെ ഉണ്ടായിരുന്നു. അവനെ താഴേക്ക് എത്തിച്ചതും ആളുകളെല്ലാം തന്നെ അവനെ കാണാനായിട്ട് ഓടിക്കൂടി. അവനെ നേരെ തന്നെ ആംബുലൻസിലേക്ക് കയറ്റി അവനെ ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവനെ രക്ഷിച്ചു. കാത്തിരിപ്പിന് വിരാമം.